ഒരു പരിധി വരെ നമ്മൾ വിജയിപ്പിച്ചത്. പോറ്റിയേ കേറ്റിയേ സ്വർണം തമ്പായി മാറ്റിയേ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഈ പാട്ട് പാടിയാൽ കേസെടുക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള പോലീസിനെ ഒന്നും പിണറായി വിജയ നീ പടച്ചു വിട്ടിട്ടില്ല. 2 മാസം കഴിഞ്ഞാൽ പിണറായി വിജയനെ ജയിലിലാക്കുന്ന ഇവിടെയുള്ള നല്ല ഒരു ഭരണം ഐക്യജനാധിപത്യ മുന്നണിയിൽ വരും. അതിനായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ഇവിടെ ലീഗ് ഹൗസിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ ജില്ലകളിലും അതാത് ജില്ലാ കമ്മിറ്റികൾ ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളും മറ്റും നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ ഇസ്മായിലും റസാഖ് മാഷ് അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം കാര്യങ്ങൾ വിശദമാക്കി തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിജയമാണ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കുവാൻ സാധിച്ചത്. സാധാരണഗതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുൻതൂക്കം മറ്റുള്ളവർക്കാണ് ഉണ്ടാകാറുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പോലും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ലായിരുന്നു. റിസൾട്ടിൻ്റെ ആദ്യ സമയം മുതൽക്ക് തന്നെ UDFന് ശക്തമായിട്ടുള്ള മുന്നേറ്റം കുറിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ വളരെ ആവേശമായി. അതുകൊണ്ട് തന്നെ റിസൾട്ട് നമ്മൾ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരുന്നു. അത് നമുക്ക് വലിയ തരത്തിൽ ഓരോ റിസൾട്ട് വരുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് മേധാവിത്വം പുലർത്താൻ സാധിച്ചു എന്ന് പറഞ്ഞു. എന്നതുപോലെ സംസ്ഥാനത്തെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് മുൻതൂക്കം ഉണ്ടായി. നമ്മുടെ വലിയ സ്വപ്നമായിരുന്നു കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വന്ന പ്രതീതി തന്നെയാണുള്ളത്. ഇടതുപക്ഷം ഔട്ടായ രീതിയിൽ തന്നെയാണ് കോർപ്പറേഷനിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നമുക്ക് വലിയ മുന്നേറ്റം കുറിക്കുവാൻ സാധിച്ചു. ഈ വലിയ നേട്ടം ഒക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഇച്ഛാശക്തിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ്. പാർട്ടി താഴെ തട്ടിൽ വളരെ സജ്ജമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വരാനിരിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ സമയത്ത് തന്നെ പറഞ്ഞു, ഇത് സെമി ഫൈനലാണ്, ഫൈനൽ വല്ലാതെ വൈകാതെ ഉണ്ടാവും. ആ ഫൈനലിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത് എന്നുള്ളത്. ആ ഒരുക്കം നമ്മൾ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. പ്രാക്ടീസൊക്കെ നമ്മൾ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ഇനി ഫൈനലിൽ നമുക്ക് ഗോളടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്, ലക്ഷ്യബോധത്തോടെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും തയ്യാറായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണല്ലോ. നിങ്ങളെല്ലാവരും നമ്മളെല്ലാം ജനങ്ങൾ ജയിപ്പിച്ച് അവരുടെ ഏറ്റവും വലിയ ഓരോ കേരളത്തിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിലാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങളുമായി ഏറ്റവും ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന അധികാര കേന്ദ്രം എന്നുള്ളത് പഞ്ചായത്തുകളാണ്, ത്രിതല പഞ്ചായത്ത് മേഖലകളാണ്. അപ്പോൾ ആ ജനങ്ങളോട് ഏറ്റവും അടുത്ത് ജനങ്ങളുടെ പ്രയാസങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ മറ്റ് പരാതികൾ ഇതൊക്കെ തന്നെ നേരിട്ട് കേൾക്കുവാൻ ഇടയുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഇപ്പോൾ കേരള പഞ്ചായത്തി രാജ് ബില്ല് നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്തുകൾക്ക് അധികാരം വർദ്ധിച്ചു എന്നുള്ളതാണല്ലോ. ഈ അധികാരം വർദ്ധിച്ചു എന്നുള്ളത് നമ്മളെ ആവേശം ഉണ്ടാക്കാനുള്ളൊരു പ്രയോഗമല്ല. അധികാരം വർദ്ധിക്കും തോറും അതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, നിങ്ങളുടെ ബാധ്യതകളും
കടമകളുമൊക്കെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളിലേക്ക് അധികാരം കൈമാറുക എന്നുള്ളതാണല്ലോ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം. അപ്പോൾ ആ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നുള്ള അവരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. നിങ്ങളിലേക്ക് അധികാരം വന്നിരിക്കുന്നതിനർത്ഥം നിങ്ങളിലേക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ അങ്ങനെ പോയാൽ മതി. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. നിങ്ങളെല്ലാവരും അനുഭവ സമ്പന്നരുമാണ്. ഇവിടെ കാണുന്നങ്ങളിൽ ബഹുഭൂരിഭാഗം പേരെയും പലപ്പോഴും പലയിടങ്ങളിൽ വെച്ചും കാണാറും നമ്മൾ ബന്ധപ്പെടാറുമുണ്ട്. കാരണം നിങ്ങളെല്ലായിടത്തും വളരെ സജീവമാണെന്നുള്ളത് കൊണ്ടാണ്. പഞ്ചായത്ത് തലങ്ങളിൽ, വാർഡ് തലങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിലും നിങ്ങളൊക്കെ വ്യവഹരിക്കുന്ന ആ മേഖലകളിലൊക്കെ അതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നവരാണ് നിങ്ങളിൽ ബഹുഭൂരിഭാഗം പേരും. ജനങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയതിൻ്റെ ആ ഒരു വിജയം കൂടിയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അധികാരം വർദ്ധിച്ചിരിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ കടമകളും കടപ്പാടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്തൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വിശേഷാവസരങ്ങളിലൊക്കെ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ തന്നെ വിതരണം ചെയ്യപ്പെടാനുള്ള ഉത്തരവാദിത്വവും പഞ്ചായത്തുകൾക്കാണല്ലോ. ആ മനുഷ്യരുമായി ഏറ്റവും ബന്ധപ്പെടുന്ന ആ ഒരു മേഖലയിൽ ഉള്ള പ്രവർത്തനം, അതിലേക്കാണ് നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകളുണ്ടാവും, ഓരോ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ടാവും. അത് രണ്ട് നിലക്ക് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ അവർ പറയുന്ന പ്രയാസങ്ങളെ കൂടുതൽ ഇരട്ടിച്ച് അവർക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് അവരെ ആകെ കൺഫ്യൂഷനിലാക്കാം. വേറെ ഒന്നുള്ളത് അവരുടെ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെ പഠിച്ചുകൊണ്ട് അതിനെന്ത് പരിഹാരം കാണുവാൻ കഴിയും എന്ന് ചിന്തിച്ച് അവർക്കും ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊടുക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുവാനും നിങ്ങൾക്ക് കഴിയും. അതിൽ രണ്ടാമത് പറഞ്ഞ ആ മാർഗ്ഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആദ്യത്തെ മാർഗ്ഗമല്ല. പ്രശ്നങ്ങളെ പ്രയാസവൽക്കരിക്കാനല്ല തയ്യാറാകേണ്ടത്, മറിച്ച് പ്രശ്നങ്ങളെ പരിഹാരവൽക്കരിച്ചുകൊണ്ട് അതിന് പരിഹരിക്കാനുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പരിഹാരങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നവനല്ല, പരിഹാരങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നവനല്ല, പ്രശ്നങ്ങളെ പരിഹാരവൽക്കരിക്കുന്നവനാണ് യഥാർത്ഥ ജനപ്രതിനിധി എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അത് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വികസനമാണല്ലോ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. ത്രിതല പഞ്ചായത്തിലാകുമ്പോൾ നമ്മൾ ലോകത്ത് എവിടെ വലിയ വികസനം ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യ തന്നെ വളരെ വികസിക്കുന്നു. ഇപ്പോൾ ഹൈവേ ഒക്കെ വളരെ നല്ല നിലക്ക് എല്ലായിടത്തും വികസിച്ചിട്ടുണ്ട്. ഓരോ നഗരവും ത്തിലൊക്കെ വികസന പ്രവർത്തനം വളരെ ഏറെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ വികസനം എന്നുള്ളത് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നല്ല റോഡുണ്ടോ, അല്ല ഇലക്ട്രിസിറ്റി ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ, അതിനവരുടെ സ്കൂൾ അവിടെ ഉണ്ടോ, അത് PSC അവിടെ നല്ല നിലക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം വികസനവും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ എന്നുള്ളതാണ്. അവൻ രാവിലെ എണീച്ച് വന്നാൽ അവൻ്റെ കൺമുമ്പിൽ കാണുന്ന അവൻ്റെ പ്രദേശം, ആ പ്രദേശത്ത് ഉള്ള മാറ്റങ്ങളാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുക. അപ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആ കാര്യത്തിൽ അവൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ വികസനമൊക്കെ വരുമ്പോൾ നമ്മൾ മണ്ണിനെയും മനുഷ്യനെയും ഓർക്കണം. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വികസനത്തിനൊന്നും നിങ്ങൾ കൂട്ടു നിൽക്കരുത്. വികസനം മനുഷ്യനെ ഓർത്തുകൊണ്ട്, മണ്ണിനെയും ഓർത്തുകൊണ്ട്, അത് പ്രകൃതിയെയും ഓർത്തുകൊണ്ട്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസനങ്ങൾ അതിനെ നടപ്പിലെടുത്താനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ വികസനത്തിനെതിരല്ല, പക്ഷെ മനുഷ്യനെയും മണ്ണിനെയും ഓർത്തുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്താണ്, നാടിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അഴിമതിരഹിതമായ ഒരു ഭരണമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ജയിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പരിശോധിക്കുമ്പോൾ, അവരുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ അവരുടെ സേവന മേഖലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച ആ മേഖലയിലൊക്കെ അവർ സമ്പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഴിമതിരഹിതമായ ഒരു ഭരണമാണ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭരണ മേഖലകളിലും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ വലിയ പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പ്രതിപക്ഷമില്ലാത്ത ഏതാനും ബ്ലോക്ക് പഞ്ചായത്തുകളും അവിടെയുണ്ട്. ഇതൊക്കെ തന്നെ കാരണം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDFൻ്റെ ഭരണസമിതികൾ, ആ ഭരണസമിതികൾ കാഴ്ചവെച്ചിട്ടുള്ള, അതുപോലെ തന്നെ ആ ഭരണസമിതിയുടെ
നേതാക്കന്മാർ കാഴ്ചവെച്ചിട്ടുള്ള, ഭരണാധികാരികൾ കാഴ്ചവെച്ചിട്ടുള്ള വളരെ സുതാര്യമായ ഭരണ പ്രക്രിയകൾ മൂലമാണ് ആ വിജയം നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ജനങ്ങൾ വിജയിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞാലും വിജയിപ്പിക്കണം. അപ്പോൾ അതിന് ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിങ്ങളിലേതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ വിജയത്തിന് മാറ്റുകൂട്ടണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അടുത്ത തവണയും നമുക്ക് ഇതിലും ഉപരിയായ വിധത്തിൽ വിജയത്തിലേക്ക് എത്തുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ആ രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പറയുന്നു, വാർത്താമാധ്യമ പ്രതികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഐക്യകണ്ഠേന പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റുള്ള പെർഫോമൻസ് ഉള്ള പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് വാർത്താമാധ്യമങ്ങളൊക്കെ ചർച്ചയ്ക്കിടയിലും ഹാങ്ങർമാരും വിവരത്തിൻ്റെ ഇടയിലും ഒക്കെ പറയുന്നുണ്ട്. കിട്ടിയ സീറ്റ് മത്സരിച്ച് ഏറ്റവും കൂടുതൽ ജയിക്കുന്ന സ്ഥിതിയുള്ളതുകൊണ്ടും ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതുകൊണ്ടുമാണ് അത് പറയുന്നത്. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആയതിനു എന്നും ലീഗ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ കടത്തിവെട്ടി വലിയ റെക്കോർഡ് ഉണ്ടാക്കി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പല റെക്കോർഡുകളാണ് തകരുന്നത്. അങ്ങനെയാണല്ലോ, റെക്കോർഡ് തകർക്കലാണ് വിജയത്തിൻ്റെ ഒരളവ് പോലും. മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നമുക്ക് കിട്ടും എന്ന് ഇലക്ഷൻ നടത്താതെ തന്നെ എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, നമ്മുടെ തത്വങ്ങൾക്കും അറിയാം. പക്ഷേ അവിടുത്തെ റെക്കോർഡ് പ്രതിപക്ഷം ഇല്ലാതാക്കി എന്നുള്ളതാണ് അവിടുത്തെ റെക്കോർഡ്. അതൊരു വമ്പൻ ജയം തന്നെ. പക്ഷേ അതിനേക്കാൾ തിളക്കമുള്ളതാണ് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഭരണം പിടിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ഇത്തവണത്തെ UDFൻ്റെ മുന്നേറ്റം അത് ചെറുതല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിനെ തന്നെ മാറ്റിമറിക്കാൻ ഇടയാക്കുന്ന, അങ്ങനെ ആവുമെന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ വിലയിരുത്തുന്ന ഒരു വിജയമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം തന്നെ മാറാൻ പോവുകയാണ്, UDF വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവായി പറയുന്നത് കോഴിക്കോട് ജില്ല തൂത്തുവാരി UDF എന്നുള്ളതാണ്. അതിനൊരു അഭിനന്ദനം നിങ്ങൾ അറിയിക്കുന്നുണ്ട്. റസാഖ് മാഷ്, ഉസ്മായിലും ബാക്കി ഇവിടെയുള്ള സംസ്ഥാന സെക്രട്ടറിമാർ, വണ്ടിയസാല തുടങ്ങി, മൈരാജി തുടങ്ങി, ഷാജി തുടങ്ങി, ഞാനത് പറയുന്നില്ല, ഞങ്ങളുടെ സഹപ്രവർത്തകർ മുനീർ സാഹിബ് തുടങ്ങി, അങ്ങനെ എല്ലാവരും വളരെ നന്നായി തവണ, ഞാനേതെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ചെറിയ മീൻ്റെ ഉണ്ടാവാൻ വഴിയുണ്ട്. എല്ലാവരും ഒരു ടീം വർക്കായി, സംസ്ഥാന നേതാക്കൾ, പാർലമെൻ്ററി ബോർഡ്, അതുപോലെ തന്നെ എല്ലാവരും ഒരു ടീം വർക്കായി പ്രവർത്തിച്ച്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം പല പ്രശ്നങ്ങളും അടിത്തട്ടിലുണ്ടാവും, ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയ ആ രീതി, അതിന് ഒരു പ്രത്യേക അഭിനന്ദനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയായി, പേര് പറഞ്ഞവർക്കും പറയാത്തവർക്കും എല്ലാവർക്കും കൂടി, വനിതാ ലീഗിൻ്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഉണ്ട്. വനിതകളെ മറന്നു എന്ന് പറയണ്ട, ഞാൻ പേരെല്ലാവരും പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു പെർഫോമൻസിന് ഒരുപാട് അർഹത നിങ്ങൾക്കൊക്കെ ഉണ്ട്. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ സാധാരണ പ്രവർത്തകന്മാർ ലീഗിന് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതവർ കാണിച്ചു. ഒറ്റ കാര്യമേ പറയുള്ളൂ, അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, സംസ്ഥാന രാഷ്ട്രീയം മാറും, യാതൊരു സംശയവുമില്ല. UDF 19 സീറ്റ് നേടിയപ്പോൾ അതിൽ 10 നേടിയത് കോഴിക്കോട്ട് നിന്നാണ്. അതങ്ങ് ആവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സംസ്ഥാന ഭരണം കൂടി ഉണ്ടാവും. നമ്മൾ പല റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോവുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം, ജനറൽ സീറ്റിൽ തന്നെ വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വനിതയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെക്കോർഡുകൾ ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ. ഇന്നലെ വയനാട്ടിൽ പുരസ്കാരം കൊടുക്കാൻ പോയപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെയർമാന്മാരും ചെയർപേഴ്സൺമാരും ഒക്കെയായി നിരന്ന് നിൽക്കുക. ജാതിമത വ്യത്യാസമില്ല, മുസ്ലിം, ഹിന്ദു, ക്രൈസ്തവ, ആദിവാസി, അതുപോലെ തന്നെ SC ST തുടങ്ങി എല്ലാവരും ഫുൾ റിപ്രസെൻറ്റേഷനാണ്.
അപ്പോൾ ഒരു അഭിമാനകരമായ ഒരു സ്ഥിതി പാർട്ടിക്കുണ്ട്. പാർട്ടിയുടെ മതേതരത്വത്തെക്കുറിച്ചൊന്നും ഇനി വർത്തമാനം പറയാൻ ആരും തുനിയണ്ട. അത് തുനിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാഫി ചാലിയൊക്കെ ഉണ്ട്, അവരൊക്കെ ബലമായി പറയാറുണ്ട്. അവർക്കൊക്കെ ധൈര്യമായിട്ട് ഇനിയും പറയാം. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സംസാരത്തിൽ അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ജില്ല ഇപ്പോൾ നേടിയിട്ടുള്ള ഈ നേട്ടം, ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തു കൊടുക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഭരണമേൽക്കണമെങ്കിൽ കോഴിക്കോട് ജില്ല അതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ്. 10 സീറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ വിജയിച്ച് നിൽക്കുന്നത്. അത് നിലനിർത്താനായാൽ യാതൊരു സംശയവുമില്ല, തീർത്ത് നമുക്കിവിടെ നിന്ന് ഉറപ്പിച്ച് പറയാം, അടുത്ത സർക്കാർ ഐക്യജനാധിപത്യ മുന്നണിയുടേതാണ് എന്ന്. അതിനുള്ള പ്രവർത്തനങ്ങൾ നന്നായി തുടങ്ങാനുള്ള കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ കാര്യം കൂടി നമ്മുടെ മുന്നിൽ മുഖ്യ വിഷയമായി നിലനിൽക്കുന്നു എന്ന് ഞാൻ ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഭരണം സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ നേരിട്ട് ബന്ധപ്പെടുന്ന ഭരണ സ്ഥിരാകേന്ദ്രമാണ്. പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്തായാലും. അവിടെ നികുതി പിരിക്കാൻ അധികാരമുള്ള സ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ്. ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ 100% വിജയകരമായി ജനതാൽപര്യത്തിനനുസരിച്ച് നമുക്ക് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ സംസ്ഥാന സർക്കാർ നമ്മുടെ ലൈനിൽ ചിന്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ആയിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളായിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകാം, വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരുണ്ടാകാം. അവരനുഭവിച്ച പ്രശ്നങ്ങൾ, അവർ നേരിട്ട പ്രയാസങ്ങൾ, അവർക്ക് ഫണ്ട് മുടക്കിയത്, അവരുടെ അധികാരം കവർന്നെടുത്തത്, അവർക്കാവശ്യമായ സ്റ്റാഫിനെ, ജീവനക്കാരെ, സെക്രട്ടറിമാരെ കൊടുക്കാതെ ഭരണം സ്തംഭനത്തിലാക്കിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയാതെ നന്നായി ജനസേവനം നടത്തി പ്രവർത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾക്ക് കഴിയണമെങ്കിൽ അവരുടെ ലൈനിൽ ചിന്തിക്കുന്ന സർക്കാർ സംസ്ഥാനത്തുണ്ടാകണം. അത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ ജനദ്രോഹകരമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, എല്ലാ നിലക്കും തോന്നിവാസം നടത്തുന്ന, ഏകാധിപത്യം നടത്തുന്ന ഒരു സർക്കാരായി ഇപ്പോഴത്തെ പിണറായി സർക്കാർ മാറി എന്ന് നമുക്കറിയാം. അതിനെല്ലാറ്റിനും അപ്പുറം കേരളത്തിലെ മഹിത പാരമ്പര്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന രൂപത്തിൽ ആളുകളെ വിഭാഗീയമായി നിലനിർത്താൻ, അവരിൽ സ്പർദ്ധ വളർത്താൻ, വിദ്വേഷം വളർത്താൻ, പകയുണ്ടാക്കാൻ നടത്തുന്ന BJP സംഘ് പരിവാർ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന് 2 കണ്ണുകൊണ്ടും കാണുന്ന ഈ അവസ്ഥയെ മറിച്ചിടണമെങ്കിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടണം. ആ ദൗത്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ കോഴിക്കോട് ജില്ല തന്നെ വിചാരിക്കണം. രാഷ്ട്രീയ കാൽക്കുലേഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വരാവുന്ന കാലികമായ വിഷയങ്ങളിലെ
തരംഗങ്ങളെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള തരംഗങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ സമയത്ത് വരുമെന്നുള്ളത് നീട്ടി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അവരടിസ്ഥാനപരമായ വോട്ടുകൾ സമാഹരിച്ച് നിർത്തുകയും ആ അടിസ്ഥാനപരമായ വോട്ടുകളിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരവസ്ഥ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പാർട്ടി പ്രവർത്തകന്മാരുടെ ബാധ്യത. ആ അടിസ്ഥാനപരമായ വോട്ട് 100% ഐക്യമുന്നണിക്കാണെങ്കിൽ വരാവുന്ന തരംഗങ്ങൾ കൂടി വരുമ്പോഴാണ് വലിയൊരൊഴുക്ക് രൂപപ്പെടുന്നതും നമ്മുടെ വിജയം സമ്പൂർണ്ണമാവുന്നത്. ദീർഘമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കൂട്ടത്തിൽ തങ്ങളും എല്ലാവരും സൂചിപ്പിച്ച പോലെ നമുക്കാവശ്യമായ പിന്തുണ നൽകുന്ന, നമുക്കാവശ്യമായ പിൻബലം നൽകുന്ന, ഒരുപാട് തെറ്റിദ്ധാരണകൾ വളർത്തുന്ന മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളിലെല്ലാം തന്നെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ പ്രചരണത്തിൻ്റെ ഏകമാർഗമായ നമ്മുടെ ജിഹ ചന്ദ്രികയാണ്. അതുകൊണ്ട് ചന്ദ്രികയുടെ വായനക്കാർ മാത്രമല്ല വരിക്കാർ നിങ്ങൾ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് നിങ്ങൾ വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കോട്ടകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, വൈസ് പ്രസിഡന്റുമാർക്ക്, ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക്, ജില്ലാ പ്രസിഡന്റുമാർക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, MLA-മാർക്കൊക്കെ പാർട്ടി കോട്ട നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു താല്പര്യപൂർവ്വം ഒരു സ്വമേധയാ അത് ഏറ്റെടുത്ത് എല്ലാവരും ആ ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പഞ്ചായത്ത് ഒരുപാട് അധികാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികാരം കൂടുതലാണ്. അധികാരം കൂടിയതിനനുസരിച്ച് നമ്മൾ ബി എ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാളും ഊന്നി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്ന ആൾക്കാർ. പലവിധ പ്രശ്നമുണ്ട്. തെരുവ് വിളക്ക് വരെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനല്ല നിങ്ങൾ, പകരമായി അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. പരിഹാരത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എൻ്റെ സംസാരം ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്. പരാതിയുമായി വരുന്നവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ തന്നെ ഹാഫ് ഡൺ, പകുതി പരിഹരിച്ചു. കേൾക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ ഓടേണ്ട കാര്യമില്ല. ആ നിലക്ക് പ്രശ്നങ്ങളെ സങ്കീർണമാക്കാനല്ല, പരിഹരിക്കാൻ. അതിലുപരി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. അത് മണ്ണിനും മനുഷ്യനും, മണ്ണിനു വേണ്ടി മനുഷ്യന് വേണ്ടി ഇത്ര വലിയൊരാശയമാണ് തങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത്. മണ്ണിനു വേണ്ടി മനുഷ്യന് വേണ്ടി, ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള വികസനമാണ്, ലീഗിൻ്റെ വികസന നയമാണ് തങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലീഗിൻ്റെ വികസന നയം അതായിരിക്കണം. നിങ്ങൾ ഒപ്പുവെക്കുമ്പോൾ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഗൗരവമായി ആ കാര്യം ശ്രദ്ധിക്കുക. അതിലൊക്കെ ഉപരിയായി തങ്ങൾ ഊന്നി പറഞ്ഞത് അഴിമതിരഹിതമായൊരു ഭരണമാണ് ലീഗ് വിഭാവനം ചെയ്യുന്നത്. ഞാൻ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് വന്നത്. ഇത്ര മനോഹരമായി ഞങ്ങൾ ജയിച്ചു കയറുമ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് 100 നാക്കുകൾ എല്ലാവർക്കും പറയാനുള്ളത്. അഴിമതിരഹിതമായ ഒരു പഞ്ചായത്ത്, അഴിമതിരഹിതമായ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കുകൾ ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. നിങ്ങൾക്കറിയോ, 21% ആകെ പദ്ധതി ചെലവഴിച്ചത്. മുച്ചക്രം കൊടുക്കേണ്ടവർക്ക് പോലും മുച്ചക്ര വാഹനത്തിനുള്ള ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ കഴിയാതെ ഒരു ഭരണകൂടത്തെ തായിറക്കിയിട്ട് നമ്മൾ പ്രിയപ്പെട്ട നവാസും മില്ലി ടീച്ചർ ഉൾപ്പെടെ ബൽക്കീസും മിസബും ഒക്കെ ഉൾപ്പെടെയുള്ള ടീം വന്നിട്ടുള്ളത്. അപ്പോൾ അഴിമതിരഹിതമായൊരു ഭരണം പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള ഒരു ജനപ്രതിനിധികൾ ആയി മാറാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവിധ അഭിവാദ്യങ്ങളൊപ്പം ഒരു വാക്കുകൂടി ജില്ലാ മുസ്ലിം ലീഗിനെ കുറിച്ചും. ഈ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി വയനാട്ടിലെ യോഗം ചേർന്നു. അന്ന് വയനാട് ഇത്ര ബ്ലോക്കില്ല, ബ്ലോക്കുണ്ട്, ഇത്ര ബ്ലോക്കില്ല, ഇപ്പോഴത്തെ ബ്ലോക്കില്ല. നമ്മളൊക്കെ അവിടെ എത്തി 2 ദിവസം അവിടെ ഇരുന്നു. അത് 2 കൊല്ലം, സെപ്റ്റംബർ 23, 2023 സെപ്റ്റംബറില്ല, കൊല്ലം 2 കഴിഞ്ഞു. അന്ന് ആലോചിക്കാൻ റസാഖ് മാഷും ഇസ്മായിലിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് കോഴിക്കോട് ജില്ല പിടിക്കണം, ജില്ലാ പഞ്ചായത്ത് പിടിക്കണം, വാർഡ് പിടിക്കണം. അന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. 500+ ആണെന്ന് പറഞ്ഞു. ഗ്രാമയാത്ര നടത്തി 500+ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒക്കെ നടക്കുമെന്ന് ചോദിച്ചിരുന്നു. നോക്ക് നിങ്ങൾ, ഇതൊന്നും സ്വപ്നതുല്യമല്ല, പകരമായി യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ കൃത്യമായ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നടക്കുമെന്ന്. അതാണിപ്പോൾ അടുത്ത ഭരണം 9.5 കൊല്ലം ഞങ്ങൾ അനുഭവിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും
താഴിറക്കാൻ ഏറ്റവും വലിയ ചാൻസ്, സാധ്യത കോഴിക്കോട് ജില്ല ആരോടൊപ്പം നിൽക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശക്തമായി മുന്നോട്ട് പോകുക. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. ഒരു ഗംഭീര അഭിനന്ദനം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. വേറൊന്നുമല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ആവുകയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അസംബ്ലിയിലോ ലോക്സഭയിലോ ഒന്നും മത്സരിക്കുന്നത് പോലെയല്ല. എല്ലാ കുടിക്കടവും പകർത്തി എല്ലാ അടിയാധാരവും പരിശോധിച്ചതിന് ശേഷം ഒരാൾ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ജയിച്ചു വന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ. നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം ചേർത്ത് അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, ഇതിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി. ടാർഗറ്റ് 500, 497. ഞാൻ വെറുതെ ഇപ്പോൾ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കി. ഇസ്മായിൽക്ക ടെക്നിക്കലി 100% മുകളിലാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കി. 99.4 ആണ് പെർസെൻറ്റേജ്. അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് 100% എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് 99.4 അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, പ്രിയപ്പെട്ട റസാഖ് മാഷയും ഇസ്മായിൽ കെയും സൂപ്പി കെയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഇതിൻ്റെ കീഴിലുള്ള കുറേ ഘടകങ്ങളുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ, അവരെല്ലാം അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകർ അവരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിജയമുണ്ടായത്. ഈ വിജയം നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, ലീഗിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് സാധാരണ ക്രിക്കറ്റിലാണ് പറയാറുള്ളത്. ക്രിക്കറ്റിൽ ഇന്ത്യൻ കളിക്കാരെ എടുത്ത് പരിശോധിച്ചാൽ 50 ഓവറിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് വീരേന്ദ്ര സെവാഗനാണ്. 2020 അത് സൂര്യകുമാർ യാദവനാണ്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമാണ്. ഒരു കാലത്ത് നമ്മളെ കളിയാക്കിയിരുന്നു, കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ പിന്നെ ലീഗില്ല. കാസർഗോഡ് നമ്മുടെ അതിർത്തിയാണ്, മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമ്മുടെ തെക്കേ അതിർത്തി തിരുവനന്തപുരത്തെ പെരിങ്ങമല. ആ പെരിങ്ങമല പഞ്ചായത്തിൻ്റെയും ഭരണസാരഥ്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 1000 മെമ്പർമാരുടെ വർധനമാണ് നമുക്കുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയായത് നമ്മുടെ പാരഡിയാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട പാരഡി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകം പറയാം, മൊയ്തീൻ കോയ എഴുതി തന്നിരിക്കുകയാണ്. യൂത്ത് ലീഗിന് ഏറ്റവും വലിയ പരിഗണന കോഴിക്കോട് ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. യുവാക്കൾക്ക് വലിയ പരിഗണന, അതിന് പ്രത്യേക നന്ദി. അല്ല അത് പോരെ, അതിന് പോരെ, അല്ല മതി, ഗംഭീരാണ്. ജില്ലാ മുസ്ലിം ലീഗിനും എല്ലാ ഘടകങ്ങൾക്കും പ്രത്യേക നന്ദി. കാരണം അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന മൊയ്തീൻ കോയ ബേപ്പൂർ മണ്ഡലമാണ് അല്ലേ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് പരിഗണന കൊടുത്തത്. ഞങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് ബേപ്പൂർ മണ്ഡലത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ചർച്ചയായത് ഒരു പാരഡിയാണ്. ആ പാരഡി കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ കോമഡിയായി മാറി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ ട്രാജഡിയായി മാറുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഞാൻ രാഷ്ട്രീയ പ്രസംഗമൊന്നും നടത്തുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കാണുന്ന വാർത്ത അണ്ടർവെയർ അടക്കം അടിച്ചുകൊണ്ട് പോയൊരു മന്ത്രിയെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മന്ത്രിസഭയിലല്ലേ ഇങ്ങനെയുള്ളൊരു മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാദിഖലി തങ്ങൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നടന്നു. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളിപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി, പ്രസിഡന്റുമാരായി, നമുക്ക് വലിയ അധികാരങ്ങളാണ്. നമ്മൾ ഡയസിലേക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും,
നമ്മളെല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കും. നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്. നമ്മൾ ഡയസിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഞാൻ ഉപദേശിക്കാനും അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജനപ്രതിനിധി പോലും ആകാത്ത ഒരാളാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഡയസിലിരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം, ഇതെല്ലാ കാലത്തും ഇവിടെ ഇരിക്കില്ല, താഴെ ഇരിക്കേണ്ടവരാണ്. ആ ഓർമ്മയുണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് അഹങ്കാരമോ അഹന്തയോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ലീഗിൻ്റെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് പറയും എനിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പറയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ലീഗാണ് ഒന്നാമത്. അപ്പം ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗും ഒന്നും വേണ്ടേ? അത് വേണം. പക്ഷേ ലീഗിൻ്റെ മീറ്റിങ്ങിനനുസരിച്ച്, പാർട്ടിയുടെ മീറ്റിങ്ങിനനുസരിച്ച് അതിനെ ക്രമീകരിക്കാൻ, അല്ലാതെ അതിനനുസരിച്ച് പാർട്ടി യോഗങ്ങൾ ക്രമീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പോലും വിപ്പ് കൊടുക്കുന്നത്. ആ വിപ്പ് ലംഘിച്ചാൽ ഒരാൾ അയോഗ്യനാകുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങും ഒക്കെ ക്രമീകരിക്കാനും പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയും ഒന്നും വിസ്മരിച്ചുകൊണ്ട്, ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനം ഒരു മുസ്ലിം ലീഗുകാരന് ഭൂഷണമല്ല എന്നതാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ആ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് അടുത്ത 5 വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധികളായി നമ്മുടെ പാർട്ടിയുടെ മെമ്പർമാർ മാറട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അതിൽ ആർക്കും ഒറ്റയ്ക്കും ഒന്നും നേടാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയധികം പങ്കുവഹിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നഗരമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ന് വരെ ജനാധിപത്യ വിശ്വാസികളാണ്, പൗരബോധമുള്ളവരാണ്. ആ ജനങ്ങളാണ് നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ബോധം നിങ്ങളുടെ ടേമിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കണം. ജനാധിപത്യത്തിൽ അധികാരമെന്ന് പറയുന്നത് അവകാശമല്ല, മറിച്ച് അത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് വാർഡ് മെമ്പർമാർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വരെ മനസ്സിലെന്നും ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ജനങ്ങളാണ് നിങ്ങളുടെ ശക്തി. ജയിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDFും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് നിങ്ങൾ. പക്ഷേ എൻ്റെ മാത്രം കഴിവാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആ തലയിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രം ഞാനിവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനമാണ് നാളത്തെ പാർട്ടിയുടെ വിജയം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത്. അതുകൊണ്ട് വെറും ഫയലുകൾ നീക്കുക മാത്രമല്ല നിങ്ങളുടെ കടമ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഫയലുകൾ അങ്ങ് നീങ്ങും, അതോടൊപ്പം തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങളെ കേട്ടുകൊണ്ട്, നല്ലൊരു കേൾവിക്കാരായിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായി നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം ഞാനിവിടെ ആശംസിക്കുന്നു. നിത്യജീവിതത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുതാര്യമായ ഭരണം, സമയബന്ധിതമായ സേവനങ്ങൾ, നീതിപൂർവമായി ജനകീയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും സർവശക്തനോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും വിജയം നേരുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ പറഞ്ഞതുപോലെ 500+ മിഷൻ എന്ന് പറയുന്ന ഒരു നിയത്തോടുകൂടി ആ ഒരു പ്രചാരണ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഒരാശയത്തെ നേരത്തെ PK ഫിറോസ് സൂചിപ്പിച്ചതുപോലെ 100% ലക്ഷ്യമിടുമ്പോൾ 94 ആ ലക്ഷ്യം എത്തുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച് അതിന് പിന്നിലുണ്ടായിരുന്ന ആ ഐക്യത്തെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. ജില്ലാ മുസ്ലിം ലീഗും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സംസ്ഥാന ദേശീയ ഭാരവാഹികളും ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള ഓരോ മണ്ഡലവും പഞ്ചായത്തും വാർഡുകളും എല്ലാ കമ്മിറ്റികളുടെയും നേതാക്കന്മാർ അങ്ങേയറ്റത്തെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് വരെ കിട്ടാത്ത അത്ര മനോഹരമായ
ഒരു വിജയം നമുക്ക് ജില്ലയിൽ കരസ്ഥമാക്കാൻ സാധിച്ചത്. എൻ്റെ മുമ്പിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഒരുപാട് ആവേശത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ പകുതിയിലധികം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ ജനപ്രതിനിധികളെ ഒന്നുകൂടി ഹൃദയത്തിൽ തട്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വനിതാ ലീഗ് ഈ നാട്ടിൽ നടത്തിയ സേവനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല ഒരു പ്രതീക്ഷ, ഒരു മുഖമായി നിങ്ങൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങളൊക്കെ ഈ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഒരു വനിതാ ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് പലരും സൂചിപ്പിച്ചതുപോലെ നാളെ ഏറ്റവും മികച്ച ഭരണാധികാരികളായി, നാളെ ഏറ്റവും മികച്ച, നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ മണ്ണും മനസ്സും അറിയുന്ന ജനപ്രതിനിധികളായി, അഴിമതിരഹിതമായ ഭരണം നടത്തുന്ന ഭരണാധികാരികളായി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും മുന്നോട്ടുള്ള വിജയം ഉറപ്പുവരുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, ഈ നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്, ജനപ്രതിനിധികളായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ്. നമുക്കാദ്യമായി ബോധ്യമുണ്ടാവേണ്ടത് അതാണ്. മറ്റൊന്ന്, മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദളിത് ലീഗിനെ വലിയ പരിഗണനയാണ് നൽകിയത് എന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. എൻ്റെ സഹപ്രവർത്തകരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം മുസ്ലിം ലീഗ് പാർട്ടി, ആ പാർട്ടിയെക്കുറിച്ച് പഠിക്കുക. മുസ്ലിം ലീഗ് പാർട്ടികൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല സുരക്ഷിത കവചം ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ദളിത് ലീഗ്, നിങ്ങളൊക്കെ ദളിത് ലീഗിൻ്റെ പ്രവർത്തകന്മാരായി വരും കാലങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ സംഭാവനകൾ നൽകുക. അങ്ങനെയാണ് നമ്മൾ ഈ പാർട്ടിയുടെ ശക്തി ഐക്യജനാധിപത്യ മുന്നണിയിൽ കാണിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ നമ്മളൊക്കെ, ഞാനും ഒരു ജനപ്രതിനിധിയാണ്, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത്, വിജയിച്ചു. ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ വിജയിപ്പിച്ചത് ഒരുപാട് അധ്വാനം ചെയ്ത ആളുകളുണ്ട്, നമ്മുടെ പാർട്ടിയുണ്ട്. അതോടൊപ്പം ഒരു പരിധി വരെ നമ്മൾ വിജയിപ്പിച്ചത് പോറ്റിയേ കേറ്റിയേ സ്വർണം തമ്പായി മാറ്റിയേ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഈ പാട്ട് പാടിയാൽ കേസെടുക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഒരു പോലീസിനെ ഒന്നും പിണറായി വിജയ നീ പടച്ചു വിട്ടിട്ടില്ല. 2 മാസം കഴിഞ്ഞാൽ പിണറായി വിജയനെ ജയിലിലാക്കുന്ന ഇവിടെയുള്ള നല്ല ഒരു ഭരണം ഐക്യജനാധിപത്യ മുന്നണിയിൽ വരും. അതിനായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഇല്ല, ഈ പത്രപ്രവർത്തകരായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു രീതിയുണ്ട്. പത്രത്തിലൊരു ന്യൂസ് എഴുതിയാൽ എഡിറ്റർ സ്ഥലമല്ലെങ്കിൽ വെട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമുള്ളത് ആദ്യ പാരഗ്രാഫിൽ എഴുതണം, പിന്നെ 2, പിന്നെ 3, അതായത് താഴ്ന്ന് മേലോട്ടാണ് വെട്ടുക. അപ്പോൾ ഒക്കെ വെട്ടിയാൽ ഒരു പാരഗ്രാഫ് ഉണ്ടായാലും വാർത്തേൻ്റെ കണ്ടന്റ് ഉണ്ടാവണം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 5 മിനിറ്റിൽ അവസാനിപ്പിക്കുക. ഒന്ന്, പുതുതായി ഭരണം പിടിച്ച പഞ്ചായത്തുകളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഭരണം പിടിച്ച പഞ്ചായത്തുകളിൽ അല്ല, പുതുതായി ഭരണം പിടിച്ച പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന എനിക്കൊരുപാട് കോള് വരുന്നുണ്ട്. കാരണം ഞാൻ കിട്ടാത്ത പഞ്ചായത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ഭരണം കിട്ടാത്ത പഞ്ചായത്തിൽ ഞാൻ അവരെ പ്രചോദിപ്പിച്ചൊരു കാര്യം പറയും. എന്താ, 10-25 ജീവനക്കാരെ നമുക്ക് വെക്കാം അല്ലേ, എല്ലായിടത്തും വന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഭരണം കിട്ടിയതിന് പിറ്റേന്ന് മുതൽ കോള് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാ വെക്കുക. ഒറ്റയടിക്ക് അതിലേക്ക് പോകണ്ടെന്ന് ആദ്യം പറയുന്നത്. അതിനൊരു തീരുമാനം ഉണ്ടാവും, ആലോചിച്ചിട്ടോ ചെയ്യാവും. ആരെങ്കിലും അബദ്ധത്തിൽ ഏതെങ്കിലും പഞ്ചായത്ത് അങ്ങനെ ഉള്ള ആളെ മാറ്റി പുതിയത് വെച്ച് കഴിഞ്ഞാൽ, അത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് ഒപ്പീനിയൻ ചോദിക്കും.
എന്ന് കരുതി മാറ്റണ്ടെന്നല്ല. 3 മാസത്തേക്കാണ് ഇപ്പോൾ പിന്നെ പഞ്ചായത്തിലെ സ്റ്റാഫിനൊക്കെ താൽക്കാലികമായിട്ട് വെക്കുക, അതൊക്കെ മാറ്റാം. അതായത് ഒരു ഒപ്പീനിയൻ പാർട്ടി ലീഡർഷിപ്പിനോട് ചോദിച്ചിട്ടോ ഭരണസമിതി അംഗങ്ങൾ അത്തരം നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ അബദ്ധം കാണിക്കരുത്. ചെയ്യേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇനി അവിടെ പോയിട്ട് പറയണ്ട ഷർഫുദ്ദീൻ പറയുന്ന ആരിപ്പം മാറ്റണ്ട എന്നല്ല. മാറ്റേണ്ടതും മാറ്റേണ്ടാത്തതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കരാർ കാലയളവുണ്ട്, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഓർഡർ പരിശോധിക്കണം. അതിൻ്റെ ലീഗൽ ഒപ്പീനിയൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ നിർദ്ദേശം തരൂ എന്നേ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. 1. 2, ചന്ദ്രിക ചേർത്തുന്നതിനെ പറ്റിയല്ല, അതാണല്ലോ ബേജാറ്. അത് ചേർത്തണോ, അത് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പരസ്യം അത് നമുക്കൊരു മെനക്കെടുമില്ലല്ലോ, ഉണ്ടോ? നമ്മളൊരു ഭരണം പിടിച്ചു പഞ്ചായത്തിൽ, അവിടെ പരസ്യം കൊടുക്കുക ആരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരാ കൊടുക്കുക? മിക്കവാറും പദ്ധതി ക്ലർക്കാണ് പരസ്യം കൊടുക്കുക. അപ്പോൾ ഈ ഓഡിറ്റർമാർ ചിലപ്പോൾ എഴുതി വെക്കാറുണ്ട്. എൻ്റെ പഞ്ചായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ചന്ദ്രികയിലും വീക്ഷണത്തിലും പരസ്യം കൊടുക്കും. അപ്പോൾ അവർ എഴുതി വെക്കും